ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ എച്ചിപ്പോയിലുള്ള ഗുരുമന്ദിരത്തിൽ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയാണ്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാനും കല്ലും സുകേഷേട്ടനും പിന്നെ സുകേഷേട്ടൻ്റെ അമ്മയും ഉണ്ട്. ഞങ്ങൾ അമ്മേനെ കൂട്ടാൻ വേണ്ടി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അമ്മ നല്ല സെറ്റ് സാരിയെല്ലാം ഉടുത്തിട്ടത് എവിടെ നിൽപ്പുണ്ട്. നമുക്കിനി ഇവിടുന്ന് അമ്മേനെയും കൂട്ടിയിട്ട് വേണം പോവാൻ. അങ്ങനെ ഞങ്ങൾ വണ്ടിയെല്ലാം തിരിച്ച് അമ്മേനെയും കൂട്ടി അങ്ങനെ ഇവിടുന്ന് ഇറങ്ങലായി. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ കൊന്നക്കാട് ഗുരുമന്ദിരത്തിലോട്ടാണ്. ഇവിടുന്നാണ് എല്ലാവരും ഒന്നിച്ച് പോകുന്നത്. അതിനിടയ്ക്ക് കല്ലും കുഞ്ഞുമണിയൊക്കെ ചെറിയ വഴക്കൊക്കെ തുടങ്ങി. നമ്മളാണ് ഇവിടെ ആദ്യം എത്തിയത്. ഇനി ബാക്കി എല്ലാവരും വരാൻ കിടക്കുന്നു. അങ്ങനെ ഓരോരുത്തരായി വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഏകദേശം എല്ലാവരും തന്നെ എത്തി. അങ്ങനെ ഞങ്ങൾ എളേരി ഗുരുമന്ദിരത്തിലെത്തിയേ. ഇവിടുന്നാണ് വാഹനഘോഷയാത്രയോടുകൂടിയാണ് എച്ചിപ്പോയി ഗുരുമന്ദിരത്തിലേക്ക് പോകുന്നത്. ഇവിടുന്ന് നമുക്ക് വണ്ടിയെ കെട്ടാൻ കൊടിയെല്ലാം കിട്ടി. ഏകദേശം എല്ലാവരും തന്നെ വന്നു തുടങ്ങി. ഇവിടുന്ന് ഒരു 5:30 ആകുമ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടത്. ഞങ്ങൾ പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടുന്ന് കുഞ്ഞുമണിയെല്ലാം നമ്മുടെ റേച്ചേൻ്റെ ഓട്ടോറിക്ഷയിലാണ് കയറിയിരിക്കുന്നത്. അങ്ങനെ വാഹനങ്ങളെല്ലാം പോകാൻ വേണ്ടി റെഡിയായി. ഓരോരോ വണ്ടി പോകാൻ തുടങ്ങിയേ. നമുക്ക് ഫ്രണ്ടിൽ കുറേ വണ്ടി കിടക്കുന്നുണ്ട്. അത് പോയ ശേഷം വേണം നമുക്കും ഇവിടുന്ന് പോവാൻ. ഓരോരോ വണ്ടിയായിട്ട് പോയിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി നമ്മുടെ എളേരി ഗുരുമന്ദിരത്തിൽ നിന്ന് നമ്മൾ എച്ചിപ്പോയി ഗുരുമന്ദിരത്തിലോട്ടൊക്കെയാണ് പോകുന്നത്. അവിടെയാണ് പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ. ഇതാണ് എളേരി ഗുരുമന്ദിരം. അങ്ങനെ ഓരോരോ വാഹനങ്ങളായിട്ട് ഇറങ്ങി ഞങ്ങൾ എച്ചിപ്പോയിലോട്ടെത്തി. ഇവിടുന്ന് ഘോഷയാത്രയോട് കൂടിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. എല്ലാവരും ഇതാ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ എച്ചിപ്പോയി അമ്പലത്തിലെത്തി. ഇതാണ് പുതിയ പഞ്ചലോക പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹമേ. പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് നമ്മുടെ സച്ചിദാനന്ദ സ്വാമിയാണ് വന്നിരിക്കുന്നത്, നമ്മുടെ ശിവഗിരി മഠത്തിലെ. അങ്ങനെ പാദപൂജ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പാദപൂജയും ഏകദേശം കഴിയാറായേ. അവിടെ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് നിൽക്കുന്നവർ അവിടുത്തെ മഹിളാരത്നങ്ങളാണ്. അങ്ങനെ സ്വാമിയുടെ പാദപൂജ തുടങ്ങി ഇവിടെ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ട്.